ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. അലുവ അതുൽ കൊലപാതക കേസിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി എന്നൊരു വാർത്ത വരുന്നുണ്ട്. കൃത്യം നടന്ന പമ്പിന് സമീപത്ത് എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. AV ജയശങ്കറുണ്ട്. ഇവിടെ പ്രേക്ഷകർ കണ്ടതാണ് അന്ന് ദേശീയപാതയിൽ ഈ അലുവ അതുലിൻ സഞ്ചരിച്ചിരുന്ന കാറ് മറ്റൊരു ഇന്നോവ കാർ കൊണ്ടൊന്ന് ഇടിച്ച് കുഴിയിലേക്കിട്ട് അവിടെ വെച്ചാണ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ സ്ഥലത്ത് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയെന്നാണ് ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നത്. ജയശങ്കർ നമുക്കിപ്പോൾ ജയശങ്കർ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയവരെ കൊണ്ട് അവിടെ വന്ന് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു. ഒരു കൂസലുമില്ല അല്ലേ പ്രതികൾക്ക്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. എന്തായാലും ക്രൂര കൊലപാതകം അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. കേരളം ആകെ ആ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടുകയും ചെയ്തതാണ്. എന്തായാലും ആ കൊലപാതകം നടത്തിയ 12ഓളം പ്രതികളുമായാണ് പോലീസ് സംഘം ഈ പെട്രോൾ പമ്പിന് സമീപത്തെത്തി, കൃത്യം നടന്ന പെട്രോൾ പമ്പിന് സമീപത്തെത്തി ഇത്തരത്തിൽ നിലവിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. വലിയ സുരക്ഷയിലാണ് ഇത്തരത്തിലൊരു തെളിവെടുപ്പ് നടത്തിയത്. 2 ദിവസം മുമ്പാണ് ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിക്കുകയും വിശദമായി 2 ദിവസത്തോളം ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ എന്തായാലും നാട്ടുകാരൊക്കെ ഉണരുന്നതിന് മുമ്പ് 8 മണിയോടെ തന്നെ എത്തി തെളിവെടുപ്പ് നിലവിൽ എന്തായാലും പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി ഇവരെ വാളകത്തെ കോറിയിൽ കൊണ്ടുപോയാണ് തെളിവെടുപ്പ് നടത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രതികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത വാളകത്തെ കോറിയിൽ നിന്നായിരുന്നു. ഒപ്പം തന്നെ ഈ കേസിന്റെ ഗൂഢാലോചന നടന്നതും വാളകത്തെ കോറിയിൽ വെച്ചെന്നാണ് പോലീസിന്റെ ഒരു അനുമാനം. അതുകൊണ്ട് തന്നെ വാളകത്തെ കോറിയിൽ എത്തിച്ചായിരിക്കും അടുത്തൊരു തെളിവെടുപ്പ്. എന്തായാലും നിലവിൽ കരുനാഗപ്പള്ളിയിലെ ഈ സംഭവം നടന്ന സ്ഥലത്തെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹത്തിലായിരുന്നു തെളിവെടുപ്പ്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്തായാലും പ്രതികൾ പോലീസിന് ഇന്ന സ്ഥലത്താണ് വെട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് പ്രതികൾ കാണിച്ചു കൊടുക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എന്തായാലും ആ വലിയ തെളിവെടുപ്പ് പൂർത്തിയായി.